മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ ഷാനവാസ്, ആദില, നൂറ ഇവർ 3 പേരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് സ്ട്രോങ് കണ്ടസ്റ്റൻസിൽ 2 പേരാണ് ആദിലയും നൂറയും. അതിൽ എടുത്തു പറയേണ്ടത് നൂറയാണ്. നൂറ നല്ല സ്ട്രോങ് ആൻഡ് ഫയർ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഇവർ ഇത്രയും ദിവസം മിണ്ടാപ്പൂച്ചിയായി ഇരുന്നെങ്കിലും എല്ലാവരെയും ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും ഗെയിമിനെക്കുറിച്ചും ഗെയിം പ്ലാനിങ്ങിനെക്കുറിച്ചും നല്ല വ്യക്തമായ ധാരണ നൂറയ്ക്കും ആദിലയ്ക്കുമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു കോൺവെർസേഷനാണ് ഇപ്പോൾ ഇവർ 3 പേരും നടക്കുന്നത്. ഷാനവാസ് പറയുന്നത് ജിസേൽ, ആര്യൻ, നെവിൻ 3 പേരും എല്ലാ തെമ്മാടിത്തരവും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിരുന്ന് നല്ല കളി കളിക്കുന്നുണ്ട്. ആര്യൻ എന്ത് തെറ്റ് ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ജിസേലാണ്. ഇനി നമ്മളാരെങ്കിലും അതൊന്നും ചൂണ്ടിക്കാണിച്ചാൽ അവൾ പറയും അവൻ കൊച്ചാണ്, മെച്യൂരിറ്റി ഇല്ല, അങ്ങനെയൊക്കെ. പക്ഷേ ഒന്നുമല്ല, അവർ 3 പേരും, അതായത് ആര്യൻ, ജിസേൽ, നെവിൻ, ഇവർ 3 പേരും നല്ലൊരു കളി ഇവിടെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാനവാസ് ഒനീലിനിട്ടും അഭിലാഷിനിട്ടും കൊടുക്കുന്നുണ്ട്. കാരണം ഗ്രൂപ്പായിട്ടിരുന്ന് പ്ലാൻ ചെയ്യുമ്പം എല്ലാ സപ്പോർട്ടും ചെയ്യും. നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ അവരെ 2 പേരെയും കിട്ടില്ല. കാരണം ഇന്നലത്തെ രാത്രിയിൽ ആ ഒരു ഫൈറ്റ് ഉണ്ടായപ്പോഴും ഒനീലും അഭിലാഷും ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഷാനവാസ് പറയുന്നത്. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ വന്ന് നിങ്ങൾ ചെയ്തത് നല്ലതാണ്, നിങ്ങൾ പറഞ്ഞത് സൂപ്പറാണെന്നൊക്കെ പറയും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പറയാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനും ധൈര്യം വേണമെന്നാണ് ഷാനവാസ് പറയുന്നത്. എന്തായാലും ആദിലയും നൂറയും എല്ലാ കണ്ടസ്റ്റൻസിനെയും നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെയാണ് കളിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് തന്നെയാണ് നൂറയ്ക്ക് വളരെ സിമ്പിളായിട്ട് നെവിനെ പ്രൊവോക്ക് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കാൻ സാധിച്ചതും നെവിൻ്റെ വീക്ക് പോയിന്റിൽ തന്നെ നൂറ കയറി പിടിച്ചതും. എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ടോപ്പ് 5 വരെ എത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിന് അർഹതയുള്ള 2 കണ്ടസ്റ്റൻസ് തന്നെയാണ് ആദിലയും നൂറയും. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.